ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് അറൗണ്ട് ഒരു 2-3 കൊല്ലാവാറായി. ഈ 2-3 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ ഈ ചാനലിൽ ഒരു ബൈക്കിൻ്റെ വീഡിയോ ഇതുണ്ടായിരുന്നു. നമ്മുടെ ചാനലിലെ ഫസ്റ്റത്തെ ബൈക്ക്, അതും അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു ബൈക്കായിരുന്നു. ഹോണ്ടയുടെ ഒരു ബൈക്കാണ്, ജാപ്പനീസ് ബൈക്കാണ്, യുവാക്കളുടെ ഹരമാണ്, ഏറ്റവും വലിയൊരു ബൈക്ക് ഭ്രാന്തൻ്റെ വണ്ടിയും കൂടിയാണ് ആ ബൈക്ക്. ആ ബൈക്ക് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ഒരു ചേട്ടൻ എന്നൊക്കെ പറയാം, അവരുടെ നിന്നാണ് ആ ബൈക്ക് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. ഇനിയും അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ബേബി ഫയർ ബ്ലേഡ്, ഇതിനും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അല്ലെങ്കിൽ അനിയന്മാരൊക്കെ കുറേ ഉണ്ട്, അല്ലെങ്കിൽ ചേട്ടന്മാർ കുറേ ഉണ്ട്. 1000RRR അങ്ങനെ കുറേ ചേട്ടന്മാരുള്ളൊരു കുഞ്ഞനിയൻ്റെ വിശേഷങ്ങളാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ സ്വന്തം CBR 650R 2025 എഡീഷൻ്റെ ഒരു കുഞ്ഞ് വോക്കറൗണ്ടാണ്. എൻ്റെ പൊന്നെ, ആ സൂര്യപ്രകാശത്തേക്ക് വേണ്ട ചോപ്പ് ഇങ്ങനെ ഭയങ്കര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ എൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ബ്രീത്തിങ് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റായിരിക്കരുത്. നല്ല ചൂടുണ്ട്, നല്ല ഡീഹൈഡ്രേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം. ബീസ് ഇൻസൈഡ്. എൻ്റെ പൊന്നെ, ആ ബെൻഡ് വൈപ്പ് കണ്ടോ നിങ്ങൾ? എൻ്റെ പൊന്നെ, തിളങ്ങി നിൽക്കണം 4 ബെൻഡ് വൈപ്പ്. തീക്കുഴൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാധനം, തീക്കുഴൽ. ടയറൊക്കെ കണ്ട നല്ല ടയർ. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫയർ ബ്ലേഡിൻ്റെ എക്സാക്ട്ലി ദ സെയിം ഡിസൈനിലാണ് നമ്മുടെ പുതിയ CBR വന്നിട്ടുള്ളത്. ഞാൻ ഈ ഫോട്ടോസിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ബട്ട് ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ പഴയ വണ്ടിയായിട്ട് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് ഈ ഒരു ഭംഗി എനിക്ക് എങ്ങനെ പറയണമെന്ന് ഒരു പിടുത്തില്ല കേട്ടോ. അത്രയ്ക്കും ബ്യൂട്ടിയാണ്. ബ്യൂട്ടി എന്ന് വെച്ചാൽ ഇവനാണ് ബ്യൂട്ടി. ഞങ്ങളന്ന് വീഡിയോ എടുത്ത ബൈക്കുണ്ട്, CBR 650R വിത്ത് ആക്ര പൗച്ച് എക്സോസ്റ്റ്, ഒറിജിനൽ ആക്ര പൗച്ച്. അറൗണ്ട് കോസ്റ്റ് വരുന്നത് 1.5 lakhs. ആ വണ്ടിയിൽ ഇരുന്ന് പോയപ്പോഴുള്ള ഒരു കോൺഫിഡൻസും ആ വണ്ടിയോട് തോന്നിയിട്ടുള്ളൊരു ഇഷ്ടവും വേറൊരു ബൈക്കിനോട് എനിക്ക് തോന്നിയില്ല. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ സൂപ്പർ ബൈക്കിൽ കയറിയിരിക്കുന്നു, അങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്റർ ക്ലാസ് ടൂറിങ് മോട്ടോർ സൈക്കിളാണ്. RR 310 കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊരു ഓപ്ഷനാണ് ഇവൻ. അപ്പോൾ അവൻ്റെ ഈ ഒരു ഓപ്ഷനാണോ അതോ പണ്ടത്തെ വേർഷനാണോ നല്ലതെന്ന് ഞാനിന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം, നമുക്ക് ലുക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദ റെഡ് ബീസ്റ്റ് ഹോണ്ട എന്നുള്ള ബാഡ്ജിണ്ട്. നമ്മുടെ 1000RR അല്ലെങ്കിൽ 1000RR അല്ല, ഫയർ ബ്ലേഡിൻ്റെ അത്രയ്ക്കും അഗ്രസീവ് തോന്നിക്കുന്ന ഒരു കുഞ്ഞൻ, പെട്ടെന്ന് ഓർമ്മ വന്ന പേരാണ് ഡ്രാഗൺ. സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ 650cc ഇൻലൈൻ 4 സിലിണ്ടർ മോൺസ്റ്റർ എൻജിൻ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ പ്യൂർ എക്സോസ്റ്റ്. ഞാൻ CBR കണ്ടിട്ടുണ്ടെങ്കിലും പല വീഡിയോസിലും അതിൻ്റെ പ്യൂർ എക്സോസ്റ്റ് ആയിട്ടുണ്ട്. ഈ ലൈഫ് ടൈമിൽ ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ഇവൻ്റെ പ്യൂർ എക്സോസ്റ്റ് കേൾക്കുന്നത്. ചവിട്ടുള്ള സാധനം നീണ്ടുപോയി, ഞാൻ കണ്ടില്ല. ആൻഡ് നമുക്ക് സ്പെക്കിൽ കയറാണെങ്കിൽ ഫയറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫയറിങ്ങിന് അറൗണ്ട് 50,000 ഞാൻ പ്രൈസ് പഴയ വേർഷന് കേട്ടുള്ളത്. എനിക്ക് ഫയറിങ് ഭയങ്കര പേടിയാണ്. ആൻഡ് ഇതൊക്കെയാണ് എൻ്റെ ലുക്ക്. ലെതർ വർക്കിൽ വരെ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ അധികം നേരം നമുക്ക് ഇങ്ങനെ കയറിയിരിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇതൊരു ഡെലിവറി വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റൂൾസ് നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ആൻഡ് ലുക്സിലെങ്കിൽ സ്പെക്കിൻ്റെ കാര്യത്തിൽ വരാണെങ്കിൽ ഡ്യുവൽ ഡിസ്ക് ബ്രേക്സോട് കൂടിയിട്ടൊരു ബൈക്കാണിത്. അറൗണ്ട് 310mm ഡ്യുവൽ ചാനൽ ABSോട് കൂടി വന്നിട്ടുള്ളൊരു ബൈക്കാണ്. ടയർ സൈസ് എന്ന് പറയുന്നത് 120/70 ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഭയങ്കര ബ്രാൻഡായിട്ട് ടയേഴ്സാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രാൻഡ് കേൾക്കുന്നത്, റോഡ് സ്പോർട്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. ബാക്കിലേക്ക് വരാണെങ്കിൽ 180 ബാക്ക് ടയർ സൈസ് വരുന്നത്. 180, 55, 17 വൈ കട്ടഡ് അലോയ്സാണ് വന്നിട്ടുള്ള. ബാക്കിൽ വന്നിട്ട് 240mm ഡിസ്ക് ബ്രേക്കാണ്. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇറ്റ് ഈസ് എ സൂപ്പർ ബൈക്ക്. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ, ABS അങ്ങനെ അനവിധം ബ്രേക്കിംഗ് ഫെസിലിറ്റീസ് ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. എൻ്റെ പൊന്നെ, ഒരു സൂപ്പർ ബൈക്കൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിർത്തില്ല. നമുക്ക് നേരെ സസ്പെൻഷൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഷോവയുടെ അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് വന്നിട്ടുള്ളത്. എനിക്ക് ഷോവ എന്ന് പറഞ്ഞ പേര് വരുന്നത് ഈ ഒരു ബൈക്കിൽ കാണുമ്പോഴാണ്. ആൻഡ് ബാക്കിലും ഒരു മോണോ ഷോക്ക് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സസ്പെൻഷൻ. എനിക്കറിയാം ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും, മാക്സിമം കട്ട് ഷോട്ട് ചെയ്ത് ഞാൻ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ റിയർ പ്രൊഫൈലിലേക്ക് നോക്കിയോ, റിയർ ഞാൻ കണ്ടിട്ടില്ല ഇവൻ്റെ. യെസ്, അപ്പോൾ ഇതാണ് മറ്റേ റിയർ. വല്ലാണ്ട് മാറ്റായി പോയി. ഞാൻ ആ പണ്ടത്തെ ഫോട്ടോ ഉണ്ട് കഴിഞ്ഞോട് കൊടുക്കാം. ഒരു ബോക്സി ബാക്ക് ലൈറ്റ് മാറ്റിയിട്ട് നേരെ നോക്കാം. നമ്മുടെ R15 ഇൻസ്പയർഡ് ആണത്. R15 ഒക്കെ ഏകദേശം ബാക്ക് പോലെ.
പീസൊക്കെ അത്യാവശ്യം നല്ല വൈഡായിട്ട് നല്ല ഇതായിട്ട് വന്നിട്ട് ഫൈബർ പീസസാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കുമ്പോട്ടാ സൂര്യപ്രകാശം ഞാൻ ചുട്ട് പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ചൂടാണ്. ആൻഡ് നമുക്കിവിടെ നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്ററാണിത്. എൻ്റെ പൊന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻസ്ട്രുമെൻ്റ് ഓൺ ആക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഓൺ ആക്കി വെക്കാം. 5 ഇഞ്ച് TFT LED ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഇതിൽ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ക്ലോക്ക് ചെയ്യാനുള്ള സ്വിച്ചസാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ചുകളാണ് എല്ലാം വന്നിട്ട്. പിന്നെ സ്വിച്ചസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഡിമ്മ്, അമ്മേ പൊള്ളണ്, ഡിമ്മ്, ബ്രൈറ്റ്, പാസ്, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, ഓഫിങ്, ഓണിങ്ങിന്. പിന്നെ കുഞ്ഞൊരു സ്വിച്ചസാണ്. മറ്റേ ബൈക്കിലൊക്കെ കണ്ട പോലെ വലിയൊരു ആന സ്വിച്ച് ഒന്നുമല്ല. ഓൺ ഇവിടെ ഒളിപ്പിച്ച് കൊടുത്തേക്കാണ്, ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടിപ്പിക്കൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്വിച്ചസാണ് വന്നുള്ളത്. പിന്നെ ഹസാർഡ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവൻ്റെ സ്വരം ഒന്ന് കേൾക്കാം. ഫസ്റ്റ് ടൈം അറൗണ്ട് ഒരു 2-3 കൊല്ലത്തിന് ശേഷം ഞാൻ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാണ്. CBR. ഐ എം പ്രിറ്റി മച്ച് എക്സൈറ്റഡ്. ഓക്കെ, ഗുഡ്. 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, ഇതാണ് ഈ ഒരു പ്യൂർ എക്സോസ്റ്റിൻ്റെ സൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ. ജസ്റ്റ് ഒന്ന് കേട്ടോ. ഓക്കെ, പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇരിയേഷൻ വേണ്ട, ഭയങ്കര രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനിതിൽ ഓവറായിട്ട് പറയില്ല. ബിക്കോസ് ഈ വണ്ടി ഒരു ഡെലിവറി ബൈക്കും കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫോർമാലിറ്റീസ് നമ്മൾ ചെയ്യണം. പിന്നെ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള മിറേഴ്സാണ് ഈ വണ്ടിയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടിയും ഞാൻ എൻ്റെ റബ്ബിങ് കാണിച്ചാൽ പ്യൂർ സൗണ്ടിങ്. അപ്പോൾ ഒന്ന് ഓണാക്കി കൊടുത്തോ. ഓ, ഇതാണ് ഇതിൻ്റെ പ്യൂർ സൗണ്ടിങ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് എഞ്ചിൻ്റെ കാര്യത്തിൽ നോക്കാം. അപ്പോൾ എഞ്ചിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 650cc ഇൻലൈൻ 4 സിലിണ്ടർ ഒരു മോൺസ്റ്റർ എഞ്ചിൻ തന്നെ പറയാം. ഒരു ലിറ്റർ ക്ലാസ് എഞ്ചിനിൽ ഇത്രയ്ക്കും പ്രിഫറൻഡ് ആയിട്ടുള്ള എഞ്ചിൻ വരണ്ടാവില്ല. ബിക്കോസ് ഇറ്റ്സ് ജാപ്പനീസ് ബൈക്ക്. അപ്പോൾ നമുക്കിതിൻ്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 2018 ഈ വണ്ടി വന്നത്. 2018 ഈ വണ്ടി വന്നത് 648cc സിലിണ്ടറിലായിരുന്നു, അല്ലെങ്കിൽ CCയിലായിരുന്നു. അത് വന്നത് അറൗണ്ട്, അവൻ ഈ വണ്ടി സ്വപ്നം കാണുന്ന ആളാണ്. അവന് ആ വണ്ടിയോട് നല്ല ഇഷ്ടമുണ്ട്. ബിക്കോസ് ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ നേരെ ബൈക്കിനെ കാണാൻ വേണ്ടിയിട്ട് ഷോറൂമിൻ്റെ അകത്ത് കയറിയ ടീമാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് മുതൽ. അപ്പോൾ ഞാൻ നേരത്തെ എഞ്ചിൻ്റെ കാര്യമാണ് സംസാരിച്ചത്. എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ലോഞ്ച് സമയത്ത് ഈ വണ്ടി അറൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ ഒരു 85 bhp ആണ് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറൗണ്ട് 94 bhp ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അറൗണ്ട് ഒരു 10 to 11 ഹോഴ്സസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഈ ബൈക്കിൽ. അറൗണ്ട് 63 Nm ടോർക്കാണെന്നുള്ള. പിന്നെ ഈ ബൈക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു ലിറ്റർ ക്ലാസ് മോട്ടോർ സൈക്കിൾ തന്നെ വിശേഷിപ്പിക്കുന്നൊരു ബൈക്കും കൂടിയാണ്. അല്ലെങ്കിൽ ഒരു കുഞ്ഞൻ ഫയർ ബ്ലേഡ്. ഇപ്പോഴാണ് ഇത് കുഞ്ഞൻ ഫയർ ബ്ലേഡ് ആയിട്ടുള്ളത്. ബേബി ഫയർ ബ്ലേഡ് എന്നൊക്കെ കുറേ ആൾക്കാർ ഓമനത്തോടുകൂടി വിളിക്കുന്ന ഒരു പേരാണ്. ആൻഡ് ഇതാണ് വണ്ടിയുടെ കാര്യം. പിന്നെ ഈ വണ്ടിയിൽ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ സൂപ്പർ ബൈക്സിലും ഇൻക്ലൂഡഡ് ആയിരുന്ന ഒരു കാര്യം, പക്ഷേ ഇതിൽ എക്സ്ക്ലൂഡഡ് ആയിരുന്നു. പക്ഷേ ഇതിലും ഇപ്പോൾ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ക്വിക്ക് ഷിഫ്റ്റേഴ്സ് ആൻഡ് ഓട്ടോ ബ്ലിപ്പേഴ്സ് ഈ വണ്ടിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ മുമ്പത്തെ യൂസേഴ്സൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഭൂരിഭാഗം ആൾക്കാർ ചെയ്തിട്ടുള്ളത് ഈ 1000 RRൻ്റെയോ അല്ലെങ്കിൽ ഈ ഫയർ ബ്ലേഡിൻ്റെ ഒക്കെ ക്വിക്ക് ഷിഫ്റ്റേഴ്സ് ഫോറിന് ഓർഡർ ചെയ്തിട്ട് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളൊരു ന്യൂസസ്. അപ്പോൾ അത് ഇതിൽ സോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്തായാലും ഇതിൻ്റെ സർവീസിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ അതിനെക്കാട്ടും മുമ്പ് നമുക്ക് ഫ്യൂൽ കപ്പാസിറ്റി പറയാം. ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അറൗണ്ട് 15.4 ആണ് ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ കുറേ സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. E5 ആൻഡ് E10 ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതറിയുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ എന്താണെന്നുള്ളത്. ആൻഡ് അപ്പോൾ നമുക്ക് ഫ്യൂൽ കപ്പാസിറ്റി പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇവൻ്റെ മൈലേജ് പറയുകയാണെങ്കിൽ അറൗണ്ട് സിറ്റി റൈഡ്സിന് അറൗണ്ട് 22 km/ലിറ്റർ ആൻഡ് ഹൈവേസിൽ 30 ലിറ്റേഴ്സാണ് ഈ ഒരു ബൈക്ക് ഇപ്പോൾ കറൻ്റ് പ്രൊവൈഡ് ചെയ്തേക്കുന്നതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നമുക്കെന്തായാലും ഇതൊരു പുതിയൊരു വേരിയൻ്റാണ്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയേണ്ടതാണ്. അത്യാവശ്യം നല്ല ബൾക്കിയാണ് ഈ ബൈക്ക്. ഒരു രക്ഷയില്ലാത്ത ബൾക്കിന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ബൾക്കിന്ന് തന്നെ പറയാം. എൻ്റെ പൊന്നെ, ഒന്നും പറയാം ഈ ബൈക്കിനെ പറ്റിയിട്ട്.
ആൻഡ് ഈ ബൈക്കിനെ എപ്പോഴൊക്കെ പറയണത് എന്തൊക്കെ പറയണത് എനിക്ക് ഇപ്പോഴും അറിയില്ല, ബിക്കോസ് ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ദിസ് മോൺസ്റ്റർ ബൈക്ക്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ സൂപ്പർ ബൈക്സിൻ്റെ ഫസ്റ്റ് ലിസ്റ്റിലെടുക്കുന്നത് ഈ ഒരു മുതലാണ്, CBR 650R. അപ്പോൾ ഈ ഒരു ബൈക്ക് ഇപ്പോൾ ഇവിടെ കറൻ്റ്ലി നമ്മുടെ തൃശ്ശൂർ ബിഗ് വിങ്ങിൽ ഈ വണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പേഴ്സ് ഞാൻ നമ്മുടെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ കുറച്ചധികം മോഡലുകളുണ്ട്, അപ്പോൾ ഞാനത് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ആൻഡ് സർവീസിൻ്റെ കാര്യം പറഞ്ഞില്ല. സർവീസിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ അറൗണ്ട് ഫസ്റ്റ് 1000 കിലോമീറ്റേഴ്സിലാണ് ഇതിൻ്റെ സർവീസ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ അറൗണ്ട് 12.45 lakhs ഒക്കെയാണ് നമ്മുടെ തൃശ്ശൂർ ഈ ബൈക്ക് വരുന്നത്. 12.25 ലക്ഷം 12.25 ലക്ഷം ബോത്ത് വരുന്നൊരു സൂപ്പർ ബൈക്കാണ്. ഇൻലൈൻ 4 സിലിണ്ടർ 650cc ഒരു എമൗണ്ട് ഉണ്ട്, ജസ്റ്റ് അടിയിൽ ഞാൻ കൊടുത്തേക്കാം. പിന്നെ അത് ഫ്രീ സർവീസ് ഒന്നുമില്ല. പിന്നെ 1000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ പെർ 1 month ഓർ 1 year 12,000 ഓർ 24,000 ആയിട്ടാണ് ഇതിൻ്റെ സർവീസ് ചാർജ് എന്ന് പറയുന്നത്. ഇനി മോൺസ്റ്റർ എന്നൊക്കെ പറയണമെങ്കിൽ ഇതൊക്കെ ജാപ്പനീസ് ബൈക്കാണ്. ജാപ്പനീസ് ബൈക്ക് എന്ന് വെച്ചാൽ അത്രയും റിഫൈൻഡ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. എനിക്ക് ബൈക്ക് ഓടിച്ചു നോക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ബൈക്കുമായി കാണുന്നവരെ ബൈക്കിന് ഇഷ്ടപ്പെടുന്നവരും ബൈക്കിനെ പ്രാന്തമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കും അഡിലൻ വൈബ് സൈനിങ് ഓഫ്. പിന്നെ നമ്മുടെ ചാനൽ അറൗണ്ട് 1K റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഡിലൻ വൈബ് സൈനിങ് ഓഫ്. ബൈ.